ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തിരുവനന്തപുരം യാത്രയിലാണ്. ഞാൻ അടൂരിൽ നിന്നൊരു ബസ് കയറി ചെങ്ങന്നൂർ KSRTC സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ട്രെയിനിന് പോകാനാണ്. എൻ്റെ കൂടെ എൻ്റെ 2 കൂട്ടുകാരും കൂടെ വരുന്നുണ്ട്. ഞാനിപ്പം സ്റ്റാൻഡിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ചെങ്ങന്നൂർ അമ്പലത്തിൻ്റെ കവാടം, അവിടെ നിന്ന് നല്ല പാട്ടൊക്കെ ഇങ്ങനെ ഒഴുകി എത്തുന്നുണ്ട്. എൻ്റെ കൂടെ ഉള്ളവർ വരാൻ ഇച്ചിരി ലേറ്റാകും, അതുകൊണ്ട് ഞാൻ പയ്യെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇങ്ങനെ പയ്യെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. മകരവിളക്കിൻ്റെ തലേന്നാണ് ഞങ്ങൾ പോയത്, അതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിലെല്ലാം സ്വാമിമാരുടെ നല്ല തിരക്കായിരുന്നു. അല്ലെങ്കിലും ശബരിമല സീസൺ ആയിക്കഴിഞ്ഞാൽ ചെങ്ങന്നൂർ സ്വാമിമാരുടെ നല്ല തിരക്കാണ്. റോഡിന് ഇരുവശവും നല്ല കച്ചവടമൊക്കെ പൊടി പിടിക്കുന്നുണ്ട്. ഞാൻ റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കി ഇങ്ങനെ നീങ്ങുന്നു. ഇതിൻ്റെത്തി പമ്പയിലേക്ക് പോകാൻ ബസ് ഇങ്ങനെ തയ്യാറായി കിടക്കുന്നു. ഒരു ബസ് പോകുന്നതനുസരിച്ച് അടുത്തത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. റെയിൽവേ സ്റ്റേഷന് പ്രവേശിക്കാൻ പോവാണ്. ടിക്കറ്റ് എടുത്തു. എൻ്റെ അടുത്ത ബസ് വന്നു. സ്വാമിമാരെല്ലാം സീറ്റ് പിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. ഓരോ ട്രെയിന് വരുന്നതും പോകുന്നതും അനുസരിച്ച് ആൾക്കാർ വരികയും പോവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് ട്രെയിൻ യാത്ര അത്ര പരിചിതമല്ല, പക്ഷേ സ്ഥിരം യാത്ര ചെയ്യുന്നവരുണ്ട് ഒരുപാട് പേര്. എൻ്റെ ആളുകൾ ഇതുവരെ എത്തിയിട്ടില്ല. അവരെ കാത്ത് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. എൻ്റെ ആളെത്തി, അടുത്ത ആളും എത്തി. അങ്ങനെ ഞങ്ങൾ 3 പേരും ഒത്തുകൂടിയിരിക്കുകയാണ്. ഞങ്ങൾ പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശിച്ചു. ട്രെയിനിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ പോകുന്നു. അരിയൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. ഏതോ ഒരു ട്രെയിൻ വരുന്നുണ്ട്, ഞങ്ങൾക്കുള്ളതല്ല. ട്രെയിൻ പാഞ്ഞുപോയി. ഞങ്ങളുടെ എത്താനുള്ള സമയമായില്ല, അതുകൊണ്ട് പച്ചപ്പും ശീതളിമയും ഒക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഞങ്ങൾ ഇരിക്കുകയാണ്. വേണ്ട ട്രെയിൻ എത്താറായി. ട്രെയിനിൽ കയറി. എൻ്റെ അപ്പച്ചൻ പാട്ട് പാടുന്നുണ്ട്. നല്ല പാട്ടായിരുന്നു കേൾക്കാൻ. അങ്ങനെ ഞങ്ങൾ ആലുവയിലെത്തി. ഇനി ഞങ്ങൾക്ക് ആലുവയിൽ നിന്ന് KSRTC സ്റ്റാൻഡിൽ പോയിട്ട് അവിടെ നിന്ന് ബസ്സിന് വേണം പോകാൻ. അങ്ങോട്ടുള്ള യാത്രയിലാണ്. ഞങ്ങൾക്ക് ബസ് കിട്ടി. ബസ് നിറയുമ്പോൾ അവർ വിടും. ഞങ്ങൾ ബസ്സിൽ കയറിയിരുന്നു. ബസ് വിട്ടു. അമ്പലം അടുക്കാറായി. മനോഹരമായൊരു കാഴ്ച. ഞങ്ങൾ ഇറങ്ങി അമ്പലത്തിലേക്ക് നടക്കുകയാണ്. പ്രവേശന കവാടം എത്തി. വലിയ തിരക്കില്ല. കഴിഞ്ഞ 2 ദിവസങ്ങളിലൊക്കെ 5-6 മണിക്കൂറൊക്കെ ക്യൂ ആയിരുന്നു. 2ാം ശനിയും ഞായറുമായിരുന്നതുകൊണ്ട് ഇന്ന് വലിയ തിരക്കില്ലായിരുന്നു. ചെറിയ ക്യൂ ഉണ്ടായിരുന്നുള്ളൂ. വെർച്വൽ ക്യൂവിൽ നിൽക്കുകയാണ് ഞങ്ങളെപ്പോൾ. പെട്ടെന്ന് ക്യൂ നീങ്ങുന്നുണ്ടായിരുന്നു. ഏകദേശം 1 മണിക്കൂർ ആവാറായപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അകത്തെത്താറായി. പിന്നെ ഞങ്ങൾ അഭീഷ്ടസിദ്ധിക്കായി മഞ്ഞൾപ്പറ ഇട്ടു. നമ്മളെന്ത് മനസ്സിൽ ഉദ്ദേശിക്കുന്നോ അത് ലക്ഷ്യമാക്കി നമ്മൾ പറയിട്ട് കഴിഞ്ഞാൽ അടുത്ത വർഷം നട തുറക്കുന്നതിന് മുമ്പ് അത് നടക്കുമെന്നാണ് വിശ്വാസം. എനിക്കും കുറച്ച് അനുഭവമൊക്കെ ഉണ്ട്. അതുകൊണ്ടിപ്പം എല്ലാ വർഷവും ഞാൻ വരാറുണ്ട്. ഞങ്ങൾ 3 പേരും ഞങ്ങളുടെ ഉദ്ദിഷ്ട കാര്യത്തിനായിട്ട് പറയൊക്കെ ഇട്ട് നല്ലതായിട്ട് ദർശനമൊക്കെ കിട്ടി. വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നന്നായിട്ട് കണ്ടു. പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെയൊക്കെ ഇങ്ങനെ ചുറ്റിയടിച്ച് നടന്നു. കുറച്ച് നേരത്തേക്ക് നട അടച്ചായിരുന്നു. രണ്ടാമത് വീണ്ടും തുറന്ന് വീണ്ടും കണ്ടിട്ട് ഞങ്ങൾ വെളിയിലിറങ്ങി. വെളിയിൽ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ കുറേ സ്റ്റാളുകളുണ്ടെന്നല്ലേ, ആഭരണങ്ങളും ഒക്കെ വിൽക്കുന്ന അവിടോട്ട് ഞങ്ങൾ പോയി. ഉണ്ടാകും നല്ല മാലകൾ, നല്ല ഭംഗിയാണ് കാണാൻ. വീഡിയോ കാണുന്നതിലും ഭയങ്കര ഭംഗിയാണ്. എല്ലാം 50 രൂപയേ ഉള്ളൂ. എനിക്കിഷ്ടപ്പെട്ട 5-6 എണ്ണം ഞാനിങ്ങനെ എടുത്തു. ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. തിരിച്ചിറങ്ങി ആലുവയിലെത്തിയപ്പോൾ നല്ല മഴ. ഒരു കുടയേ ഉള്ളൂ.
ആ ഒരു കുടയിൽ ഞങ്ങൾ 3 പേരോടെ കയറി 3 പേരും ഒരുപോലെ നനഞ്ഞ് ഞങ്ങളങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ പോവാണ്. റെയിൽവേ സ്റ്റേഷനിലെത്തി കേരള എക്സ്പ്രസ് പ്രതീക്ഷിച്ച് ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.